തൃശൂർ പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം നടന്നിട്ടില്ലെന്ന വാർത്ത ഞെട്ടിക്കുന്നതെന്ന് VS സുനിൽകുമാർ. പൂരം കലക്കിയവർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നേരിട്ട് വിവരാവകാശ അപേക്ഷ നൽകുമെന്നും സുനിൽകുമാർ. മറുപടിയില്ലാതെ മുന്നോട്ടു പോകാനാണ് ഉദ്ദേശമെങ്കിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്നും സുനിൽകുമാർ തുറന്നടിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരണമെന്ന് മന്ത്രി കെ രാജനും ആവശ്യപ്പെട്ടു. സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണമെന്നും അടുത്ത പൂരം വരെ അന്വേഷണം നീണ്ടുപോകരുതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു. 4 മാസം കഴിഞ്ഞതിന് ശേഷം വിവരാവകാശം ഉന്നയിക്കുമ്പോൾ പറയാണ് അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുള്ളതായിട്ട് അറിയില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നാൽ മതിയാവും. ഇവിടെ ഒരു പ്രത്യേകമായ രീതിയിൽ വോട്ട് ധ്രുവീകരണം ഉണ്ടാക്കാനും ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നിട്ടുള്ള ഒന്നാണ് ഈ പൂരം കലക്കലും ആ നാടകങ്ങളും. ഇപ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണത്തെ പറ്റിയിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അന്വേഷണം നടന്ന കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ പലതുണ്ട്. ഈ പൂരവുമായി ബന്ധപ്പെട്ട പൂരങ്ങളുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഞാൻ പറയാം. അവരോട് വെളിപ്പെടുത്തും ഞാൻ എല്ലാ കാര്യങ്ങളും. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ വ്യക്തതയും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു അന്വേഷണം വേണം എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. അത് പാർട്ടി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽ ആ കാര്യം പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിവരാവകാശം സംബന്ധിച്ച വിവരങ്ങളിൽ എനിക്കൊരു കൃത്യമായ ധാരണയില്ല. ഇപ്പോൾ നിങ്ങൾ TV ചാനലുകളിലൂടെ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് ഉള്ളൂ. സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും. ഇക്കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് അന്വേഷിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം. തീർച്ചയായിട്ടും ആ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വേറെ പ്രയാസങ്ങൾ ഉണ്ടാകില്ല, അത് വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെയും വിശ്വാസം. അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല. അദ്ദേഹത്തിന് തീരുമാനിക്കാം. പക്ഷേ ഈ കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഒരു കള്ളന് നേരെ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത്? പോലീസിന് നേരെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ സത്യം മൂടി വയ്ക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. അന്വേഷണം നടന്നിട്ടില്ലേ? അന്വേഷണം നടന്നുവെന്ന് പറഞ്ഞത് അപ്പോൾ മൊഴിയെടുത്തത് എന്തിനാണ് എന്ന ചോദ്യവും അവിടെ നിൽക്കുകയാണ്. 2 ദേവസ്വം ഭാരവാഹികളും ADGP ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞ് കത്ത് ലഭിച്ചു എന്നാണ് ദേവസ്വം സെക്രട്ടറി ഗിരീഷ് പറയുന്നത്. മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത് ADGP-യാണ്. അസൗകര്യം അറിയിച്ചപ്പോൾ IG ഓഫീസിലേക്ക് വിളിച്ചു. അവിടെ എത്തി വിശദമായി മൊഴി നൽകി എന്നാണ് ദേവസ്വം സെക്രട്ടറി ഗിരീഷ് പറയുന്നത്. ജെയ്സൺ ചാമോളപ്പിലേക്ക് പോകാം. നമുക്ക് ഗിരീഷിന്റെ പ്രതികരണവും അതിനുശേഷം കേൾക്കാം. ജെയ്സൺ ചാമോളപ്പിൽ, അന്വേഷണം നടന്നോ ഇല്ലയോ? അതാണ് പ്രാഥമികമായുള്ള ചോദ്യം. മൊഴിയെടുത്തിട്ടുണ്ട് എന്ന് ദേവസ്വം സെക്രട്ടറി പറയുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ജെയ്സൺ? സുജിയ, ഇതിനകത്ത് ഒറ്റക്കാര്യം നടന്നിട്ടുണ്ട്. മൊഴിയെടുക്കൽ നടന്നു, അതിനപ്പുറത്തേക്ക് ഒന്നും നടന്നില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഒരു പ്രാഥമിക നടപടി എന്ന നിലയിൽ ദേവസ്വം ഭാരവാഹികളെയും പൂരവുമായി ബന്ധപ്പെട്ട പല ആളുകളെയും വിളിച്ചു വരുത്തി മൊഴിയെടുപ്പ് നടന്നു. പക്ഷേ പിന്നീട് ആ ഫയലുകൾ അവിടെ പൂഴ്ത്തിവെച്ചു. ഇത് സംബന്ധിച്ച ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല. നാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച വിവാദം കത്തി നിൽക്കുമ്പോൾ പറഞ്ഞിരുന്ന വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, ഇത് സംബന്ധിച്ച ഒരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. പോലീസ് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുമില്ല. പകരം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഒരു താൽക്കാലികമായ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യതകൾ മാത്രമാണുള്ളത്. അത് തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ADGP-യാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും ADGP-യും അതുപോലെ തന്നെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് ഉൾപ്പെടെയുള്ളവർ മറുപടി നൽകേണ്ടി വരും. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ അത് വലിയ വിവാദങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതടക്കമുള്ള 100 കണക്കിന് പ്രശ്നങ്ങൾ പോലീസ് അഭിമുഖീകരിക്കുന്നുണ്ട് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വരാത്തത്. ആദ്യം ഉയരുന്ന ചോദ്യം ADGP അജിത് കുമാർ അന്ന് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അത് ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വന്നതാണോ എന്നതാണ്. എങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ADGP ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നതാണ്. ADGP-ആണോ അങ്കിത് അശോകിന്, അന്നത്തെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന് നിർദ്ദേശം നൽകിയതെന്നാണ്. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ പോലീസിന് നേരെ ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു പരിധിവരെ പോലീസിനെതിരെയുള്ള ഒരു കുറ്റപത്രമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാതി വഴിയിൽ
ഈ അന്വേഷണം നിലച്ചത്. എന്നാൽ VS സുനിൽകുമാറിനെ പോലെ മുൻ മന്ത്രിയും അതുപോലെ തന്നെ LDFന്റെ MLA സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാറിന് വലിയ ഞെട്ടലോടുകൂടിയാണ് കേട്ടതെന്നാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. ഇത്തരമൊരു പ്രതികരണം സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നത് പരോക്ഷമായി പറയുകയാണ്. 2 മാസങ്ങൾ കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറയുകയും പിന്നീട് 4 മാസം പിന്നിടുമ്പോഴും ഇത്തരമൊരു അന്വേഷണം പോലും നടന്നിട്ടില്ല എന്നുള്ള വിവരാവകാശ രേഖ സംസ്ഥാന പോലീസ് മേധാവിൽ നിന്ന് ലഭിക്കുമ്പോൾ എത്രമാത്രം ഇവിടെ ഈ സർക്കാരിനെ വിശ്വസിച്ചിരുന്നവർ വഞ്ചിക്കപ്പെട്ടു എന്നതാണ് പറയാതെ VS സുനിൽകുമാർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ CPI ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഈ പ്രതിഷേധം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പൂരം കലക്കിയതിന്റെ ആനുകൂല്യം കിട്ടിയെന്ന് പറയപ്പെടുന്ന BJPയുടെ MP ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി വന്നിട്ട് പറയുന്നു ഉടൻ തന്നെ അന്വേഷണം പൂർത്തിയാക്കണം, അടുത്ത പൂരം വരെ ഇത് നീട്ടിക്കൊണ്ടു പോകരുത്. മാത്രമല്ല പോലീസിനുള്ളിലെ ഒരാളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് തന്നെ നടത്തുന്നത് എന്ത് പ്രഹസനമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും വരികയാണ്. ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകേണ്ട ഘട്ടമാണോ ഇപ്പോൾ വരുന്നത്? അങ്ങനെയുള്ള ഒരു സാഹചര്യമാണോ ഉരുത്തിരിയുന്നത്? ജെയ്സൺ, സുജിയ, എനിക്ക് തോന്നുന്നു ഇത് കോടതിയിലേക്കൊക്കെ ഈ പരാതി പോയാൽ അത്തരത്തിലുള്ള ഒരു സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിലുള്ള പോലീസ് സംവിധാനം ഉപയോഗിച്ച് ഈ പൂരം അലങ്കോലപ്പെട്ടതുമായ വിഷയം അന്വേഷിക്കാൻ കഴിയില്ല. അതിനുള്ള വ്യക്തമായ കാരണങ്ങളാണ് നേരത്തെ നിരത്തിയത്. അങ്ങനെ അന്വേഷിച്ചാൽ അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന റിപ്പോർട്ടിൽ ഒരു പ്രതിസ്ഥാനത്ത് ഒരു ഭാഗത്ത് നിൽക്കുക പോലീസാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഒരു കള്ളനെ കണ്ടെത്താൻ മറ്റൊരു കള്ളനെ അന്വേഷണം ഏൽപ്പിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് കണ്ടെത്താനാകൂ, പോലീസിന്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്താനാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുഖ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, 2 മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 4 മാസം കഴിഞ്ഞിട്ടും സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് ലഭിക്കുന്ന വിവരാവകാശ രേഖയിൽ പറയുന്ന ഇത്തരം ഒരു അന്വേഷണം നടന്നിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷിച്ചാൽ ഈ അന്വേഷണം എങ്ങും എത്തില്ല എന്നതിന്റെ വലിയ തെളിവ് കൂടിയായി മാറുകയാണ് ഇപ്പോഴത്തെ വിവരാവകാശ രേഖ. ഏതായാലും ഇത് സംബന്ധിച്ച വിവാദങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാകും. അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ദേവസ്വങ്ങളും കടന്നു വരും. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി പ്രതികരിച്ചത് തൃശ്ശൂർ പൂരം കലക്കാൻ പോലീസ് മാത്രമല്ല ഈ പൂരം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വിഭാഗവും പോലീസിനൊപ്പം ചേർന്നു എന്നാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പറയുന്നത്. ഈ അന്വേഷണം ഒരു പ്രഹസനമായിരുന്നു എങ്കിൽ ആ പ്രഹസനം നടത്തിയത് ആർക്കു വേണ്ടിയാണ്? പൂരം കലക്കി അതിന്റെ ഗുണഭോക്താവായി മാറിയത് ആരാണ് പൂരം കലക്കാൻ മുൻകൈയെടുത്തത്? ആ പൂരം കലക്കാനായിട്ട് മുൻകൈയെടുത്തവർക്ക് യഥാർത്ഥത്തിൽ ഗുണം കിട്ടിയോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു.